This call is now being recorded. Good morning, everybody. So, after a gap of 1 week, we resume the English class. We will begin with a prayer. I request Stacy to sing the prayer. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമുന്നിന്ന പാഠമെന്നുമിൻ മനസ്സിലെഴുതേണമേ. Okay, thank you. I had deliberately switched off my video because I think when you don't switch on the video, it saves the data not only of myself but of others also. അത് എനിക്ക് അടുത്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അതായത് ഞാൻ വീഡിയോ സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളുടെ നിന്നും ഡേറ്റ കൂടുതൽ സ്പെൻഡ് ആവും. അപ്പോൾ there is no need of continuously playing my video over the 1 hour class. So what I'll be doing is, if necessary, in the beginning and in the end, I'll switch on the video. The rest of the time I will switch off the video. So everybody's data will be saved. നിങ്ങളുടെ എല്ലാവരുടെയും ഡേറ്റ സേവ് ചെയ്യും. കാരണം എൻ്റെ വീഡിയോ ഞാൻ സ്ട്രീം ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും അവിടെ കാണണമെങ്കിൽ നിങ്ങളും സ്ട്രീം ചെയ്യണം. അപ്പോൾ അത്രയും ഡേറ്റ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസ് വരും. യു വിൽ സീ എ ഡിഫറൻസ് ഇൻ ദി data usage when we don't switch on the video. So I am going to switch off the video. If necessary, we will switch on the video. So I'll switch off my video and I'll switch it on when we are ending the session. Okay, so we will continue with what we had been discussing in the previous class. So we were talking of parts of speech, that is vocabulary building, the different how many are there? How many parts of speech are there? എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? Anybody can say എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തു, നൗണ് വേർബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് മൊത്തം ഇംഗ്ലീഷിൽ? 7. വൺ മോർ 8 ഉണ്ട്. സോ ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ ഫസ്റ്റ് ഇവിടെ വരെയുള്ള ഡിസ്കസ് ചെയ്തോ? പ്രിപ്പോസിഷൻസ് വരെ, അഡ്വേർബ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഒരു മിനിറ്റ് സാറേ. എൻ്റെ ഞാൻ ഇതിൽ ഓൺലൈൻ മറ്റേ നെറ്റ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നോണ്ടേ മാർക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റുന്നില്ല. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് ആണ് വന്നത് അല്ലേ? ഓ ഓക്കെ.
അപ്പോൾ നമ്മൾ വെർബിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഓക്കെ, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now we have to discuss verbs. Compound adjectives will just tell you what we were discussing last in the previous class. Compound adjective is a combination of compound എന്ന് പറയുന്നത് joining together ആണ്. Joining together of two or more words are called compound adjectives. Like landmark എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. ലാൻഡും മാർക്കും കൂടെ ജോയിൻ ചെയ്ത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ അതൊരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. അത് ചിലത് ഹൈഫനേറ്റഡ് ആയിരിക്കും, ചിലത് ഹൈഫനേറ്റഡ് ആയിരിക്കില്ല. സോ ലാൻഡ്മാർക്ക് ഇസ് ജോയിൻ ടുഗദർ ആസ് എ സിംഗിൾ വേർഡ്, ബട്ട് സം അതർ വേർഡ്സ് ആർ ജോയിൻ ടുഗദർ യൂസിങ് ഹൈഫൻസ്, ലൈക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലൂ മാർക്ക്. ഹോം ടൗൺ ഹീറോ, അതിൽ ഹോം ടൗൺ എന്ന് പറയുന്നത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. ന്യൂലി പെയിന്റഡ് മ്യൂറൽ, അതിൽ ന്യൂലി പെയിന്റഡ് എന്ന് പറയുന്നത് മ്യൂറലിൻ്റെ അഡ്ജക്റ്റീവ് ആണ്. സിക്ലി സ്വീറ്റ് ഓർഡറിൻ്റെ അഡ്ജക്റ്റീവ് ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്. റീസെൻ്റ്ലി പർച്ചേസ്ഡ് എന്നുള്ളതിൽ റീസെൻ്റ്ലി പർച്ചേസ്ഡ് ഒരു കോമ്പൗണ്ട് ആണ്. റീസെൻ്റ്ലി പർച്ചേസ്ഡ് ഹൗസ്, അപ്പോൾ ഹൗസ് നൗണും റീസെൻ്റ്ലി പർച്ചേസ്ഡ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവുമാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വി വിൽ മൂവ് ഓൺ ടു വേർബ്സ്. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ വിൽ നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഓൺ വേർബ്സ്. വേർബ്സ് ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് വേർബ്സ്. ആക്ഷൻ വേർബ്സ് ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആക്ഷൻ വേർബ്സ്. ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത് കണക്റ്റിംഗ് വേർബ് ആണ്. അതിന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുമില്ല. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അതിൽ ഇസ് ആണ് വേർബ്. ഓക്കെ, ഇസ് ആണ് വേർബ്, പക്ഷേ ആ ഇസിൽ ആക്ഷൻ ഒന്നുമില്ല. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ആക്ഷൻ ഇൻ ഇസ്. അപ്പോൾ അതുകൊണ്ട് അത് ഇറ്റ് ഈസ് കോൾഡ് എ ലിങ്കിങ് വേർബ്. വെറുതെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർബിനെയാണ് നമ്മൾ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ മൂന്നാമതുള്ളത് ഹെൽപ്പിംഗ് വേർബാണ്. ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ അതിലുണ്ടാവും, എന്തെങ്കിലും ഒരു പ്രവൃത്തി അതിലുണ്ടാവും. സോ സം എക്സാമ്പിൾസ് ആർ ഗിവൺ. മൈ ഫാദർ ഡെലിവേഴ്സ് പാക്കേജസ്. യു ക്യാൻ സീ ദാറ്റ് ദിസ് ഡെലിവേഴ്സ് is an action word. Louis bowled a perfect game last night. So that is an action. Susan skated across the rink in Central Park. Will action ഉണ്ട്. Turn at the next corner. There is an action. So all these words indicate action, so therefore they are called action verbs. The next is verbs which just connect. There is no action in it. So for one example we discussed, is എന്ന് പറയുന്ന verb യൂസ് ചെയ്യുന്നത് sky is blue, അല്ലെങ്കിൽ the weather appears wonderful. അപ്പോൾ അപ്പിയർ എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ ആക്ഷൻ ഒന്നുമില്ല. There is no action, but it is a verb. It is considered a verb. It is a connecting word. So all these are examples of linking. These are also examples. They are all examples of linking verbs. Okay. And the third kind of verb is helping verb. അത് ഇവിടെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഹെൽപ്പിംഗ് verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി verbs ആണ്. അതായത് മെയിൻ വെർബ് കൂടാതെ ഒരു വെർബ് സെൻറ്റൻസിലുണ്ടെങ്കിൽ ആ വെർബിനെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ജോൺ ഈസ് ഡ്രൈവിംഗ് ദ കാർ. ജോൺ ഈസ് ഡ്രൈവിംഗ് ദ കാർ. അതിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. പക്ഷേ ഇസ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ വെർബാണ്. അതിനെ ഓക്സിലറി എന്നാണ് നമ്മൾ പറയുക. So which is driving. So that word, the main verb is driving. Is the auxiliary verb. Auxiliary ആണ് helping verb. അങ്ങനെ മൂന്ന് തരത്തിലാണ് verbs ഉള്ളത്. ആക്ഷൻ വേർബ് അതാണ് മോസ്റ്റ് കോമൺ. ഇതിലിപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ആക്ഷൻ വേർബാണ്, മെയിൻ വെർബുമാണ്. ലിങ്കിങ് വെർബ് സ്കൈ ഈസ് ബ്ലൂ എന്നുള്ളതിലുള്ള ഇസ്, അതൊരു ലിങ്കിങ് വെർബാണ്. പിന്നെ തേർഡ് വൺ ഓക്സിലറി വെർബ്, അതായത് അഡീഷണൽ ആയിട്ട് ഒരു സെൻറ്റൻസിൽ ഉണ്ടാകുന്ന വെർബാണ് ഓക്സിലറി വെർബ്. ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യലാണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് വേർബ്സ് ഉള്ളത്. ഓക്കെ, can we move on to the next topic?
Clear angle, we'll move on to the next one. The clear ayo? Yes, sir. Okay. So we move on to adverbs. Well, എന്താണ് adverbs? So adjectives are words with modify nouns. അങ്ങനെയാണെങ്കിൽ adverbs എന്തിനെയാണ് modify ചെയ്യുന്നത്? Adjectives നമ്മൾ നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ adverbs എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കേട്ടില്ല. എക്സാക്ട്ലി. അഡ്ജക്റ്റീവ്സ് നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വെൻ ഐ സെ ബ്യൂട്ടിഫുൾ റോസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ റോസിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതൊരു അഡ്ജക്റ്റീവാണ്. റോസ് എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് ബ്യൂട്ടിഫുൾ ഇസ് ആൻ അഡ്ജക്റ്റീവ്. സിമിലർലി എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് ഓർ ഗിവ്സ് മോർ മീനിങ് ടു എ വേർബ്, ഒരു ക്രിയയ്ക്ക് കൂടുതൽ അർത്ഥം കൊടുക്കുക, കൂടുതൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. സോ the difference between an adjective and an adverb is that an adjective can only qualify a noun, whereas an adverb can qualify three things. അപ്പോൾ അഡ്ജക്റ്റീവിനെ നൗണിനെ മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്വേർബിന് വെർബിനെയും ക്വാളിഫൈ ചെയ്യാം, അഡ്ജക്റ്റീവിനെയും ക്വാളിഫൈ ചെയ്യാം, വേറൊരു അഡ്വേർബിനും വേണമെങ്കിലും ക്വാളിഫൈ ചെയ്യാം. സോ ഇറ്റ് ക്യാൻ മോഡിഫൈ ഓർ ഗിവ് മോർ മീനിങ് ടു three different categories of speech, that is a verb, an adjective, or another adverb. So how do we identify an adverb? Many adverbs end in ly. അപ്പോൾ ly വെച്ച് എൻഡ് ചെയ്യുന്നത് മിക്കവാറും എല്ലാം adjectives ആയിരിക്കും, adverbs ആയിരിക്കും. So that is one way of finding out which is an adverb. Many adverbs end in ly. എല്ലാ adverbs അല്ല, പക്ഷേ many of the adverbs they end in ly. Then another way of identifying adverbs is that they answers any of these four questions: where, when, how, to what extent, etc. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതും adverbs ആകാം. Adverbs make writing more specific and more exact. കൃത്യമായിട്ട് കാരണം വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നതായതുകൊണ്ട് it gives more clarity to the situation. You must come എന്ന് പറഞ്ഞാൽ എപ്പോൾ വരണം എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ you must come at 10 o'clock എന്ന് പറഞ്ഞാൽ it gives more clarity. അപ്പോൾ ഈ at 10 o'clock എന്ന് പറയുന്നത് is an adverbial phrase or adverb of time. So it is giving more meaning to the sentence. So adverbs make writing more specific and more exact. You must drive fast or you must drive slow. It gives an idea of how you should drive, in what way you should drive. Here are some adverbs that do not. So we said that there are most of the adverbs end in ly, but there are also some adverbs which do not end in ly. ly end ചെയ്യാത്ത ഒരുപാട് adverbs ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. This is a spelling error. അത് nowhere എന്നാണ്, NOWHERE എന്നാണ്. ഇടയിലൊരു ഇ, മിഡിലുള്ള ഇ ഇല്ല ശരിക്കും. It is actually written as nowhere. Is there any other word which is not familiar to you? ഇതിലുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതുണ്ടോ? പരിചയമില്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടോ അതിൽ? Can say yes or no. Is there any unfamiliar word in this table? No, no, Okay. sir. Seldom. അതന്നെ. Seldom എന്ന് പറഞ്ഞാൽ rarely. റയർലിയും ഒരു അഡ്വേർബാണ്. സെൽഡമും റയർലിയും. സെൽഡം എന്ന് പറഞ്ഞാൽ റയർലി ആണ്. ജിൽസ, അദീന, സെൽഡം, റയർലി. സർ.
അപ്പോൾ എന്താണ് അഡ്വേർബ്സിൻ്റെ ഫംഗ്ഷൻ? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് വേർബ്സ്. വേർബ്സിന് മാത്രമല്ല, ഞാൻ പറഞ്ഞു വേർബ്സിന് മാത്രമല്ല, വേർബ്സിനെ മോഡിഫൈ ചെയ്യും, അഡ്ജക്റ്റീവ്സിനെ മോഡിഫൈ ചെയ്യും, വേറെ അഡ്വേർബ്സിനെയും മോഡിഫൈ ചെയ്യും. അങ്ങനെ 3 കാര്യങ്ങളെ മോഡിഫൈ ചെയ്യും. അപ്പോൾ വേർബ്സിനെ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജോൺ എയ്റ്റ് ക്വിക്ക്ലി. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആണത്. ഹൗ ഡിഡ് ഹി ഈറ്റ്, എങ്ങനെ കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ എയ്റ്റ് ക്വിക്ക്ലി, കുറച്ച് ദിവസം പട്ടിണി കിടന്നിട്ട് കഴിച്ച പോലെ കഴിച്ചു എന്നാണ്. ജോൺ എയ്റ്റ് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ. ഐ വാക്ക് ദെയർ. ഐ വാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. പക്ഷേ when you add a word, it gives more meaning. It makes it more clear, adds clarity. ഐ വാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്റൻസ് ആയി, കംപ്ലീറ്റ് ആയി. ജോൺ എയ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ വേർഡ്സ് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഗിവ്സ് മോർ മീനിങ് ടു ദ വേർബ്. ഐ വാക്ക് ദെയർ, എവിടെ നടന്നു എന്നുള്ളത്. റീന വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. പക്ഷേ റീന വിൽ ഈറ്റ് സൂൺ. അങ്ങനെ സൂൺ എന്ന് പറയുമ്പോൾ എപ്പോ എന്നുള്ളത്, when will Rina eat? So it gives more meaning to the word. So the third way in which, the second way in which adverbs modify is it modifies adjectives. അപ്പോൾ adverbs വെർബിനെ മാത്രം, adverb എന്ന് വരാൻ തന്നെ കാരണം വെർബിനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ടാണ്. adverb, add means to change, to verb means ക്രിയ. അപ്പോൾ വെർബിനെ മാത്രമല്ല അഡ്ജക്റ്റീവ്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. രാഗിണി ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. പക്ഷേ രാഗിണി ഈസ് വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവിങ് മോർ meaning to the word happy. So that very gives more meaning. So it is modifying happy. Happy is an adjective. Happy ആരെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? രാഗിണിയുടെ അവസ്ഥയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. So happy is an adjective of Ragini, and this very is actually adding more meaning to happy. എത്രത്തോളം happy, to what extent. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ ആൻസർ ചെയ്യുന്നത്. The program was too unrealistic. Too is also a similar adverb. The third and last function of adjectives is adjectives modify other adverbs. മറ്റ് adverbs-നെയും modify ചെയ്യും. അരുൺ വാക്സ് ക്വിക്ക്ലി. അരുൺ വാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. അരുൺ വാക്സ് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആഡിങ് മോർ മീനിങ് ടു വാക്സ്, എങ്ങനെ നടക്കുന്നു എന്നുള്ളത്, വേഗത്തിൽ നടക്കുന്നു. ടു ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു അഡ്വേർബ്. ക്വിക്ക്ലിയെ മോഡിഫൈ ചെയ്യും. ക്വിക്ക്ലി തന്നെ ഒരു അഡ്വേർബാണ്, അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്യുന്നത്. എത്രത്തോളം വേഗം? വളരെ വേഗം. അപ്പോൾ ഈ വളരെ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ടു എന്നുള്ളത് ഈസ് ഗിവിങ് മോർ മീനിങ് ടു അനദർ അഡ്വേർബ്. ഓൾറെഡി ഒരു അഡ്വേർബ് ഉണ്ട്, ആ അഡ്വേർബിന് കൂടുതൽ മീനിങ് കൊടുക്കുന്നതാണ് ടു എന്നുള്ള വാക്ക്. അപ്പം അങ്ങനെ മറ്റു അഡ്വേർബ്സിനെയും മോഡിഫൈ ചെയ്യാനായിട്ട് അഡ്വേർബ്സിന് കഴിയും. സോ ദിസ് ഇസ് ദ peculiarity of adverbs, which is different from adjectives. Adjectives can only modify nouns, whereas adverbs can modify not only verbs, it can modify other adjectives, even other adverbs also. So these are the 3 different functions of adverbs. അപ്പോൾ ഏതാണ് അഡ്ജക്റ്റീവ്, ഏതാണ് അഡ്വേർബ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നൗണിനെ, നാമപദങ്ങളെ മാത്രമേ അവ ക്വാളിഫൈ ചെയ്യുള്ളൂ. whereas adverbs are those that qualify verbs, adjectives and other adverbs. ഇത് രണ്ടുമാണ്, ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും തമ്മിൽ തെറ്റാനുള്ള യാതൊരു സാധ്യതയില്ല. അഡ്ജക്റ്റീവ്സ് ഒരിക്കലും വെർബിനെ ഒന്നും ക്വാളിഫൈ ചെയ്യില്ല. അഡ്ജക്റ്റീവ്സ് എപ്പോഴും നൗണിനെ മാത്രമേ ക്വാളിഫൈ ചെയ്യില്ല. അതുപോലെ അഡ്വേർബ്സ് ഒരിക്കലും നൗണിനെ ക്വാളിഫൈ ചെയ്യില്ല. അഡ്വേർബ്സ് എപ്പോഴും വെർബിനെ, അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ മറ്റ് അഡ്വേർബ്സിനെ മാത്രമേ ക്വാളിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. നൗൺസിനെ മാത്രം ക്വാളിഫൈ ചെയ്യുന്നതാണ് adjectives. So this is a very important point that we have to be clear about. Some examples are given there below. Just go through those examples. Helen has a yearly membership at the local health club. Yearly is an adjective because it modifies the noun membership. Membership is a noun, so yearly is an adjective. Midun arrived late. I arrive, eppa arrive edu nallathu answer cheyyunnadayadonde late is an adverb. The late delivery cut down on sales in the supermarket. Late is an adjective because it tells which delivery. So delivery is a noun. So we take up the next part of speech, prepositions. Prepositions are words that show the connection
between a noun or a pronoun and another word in the sentence. അപ്പോൾ ഒരു സെന്റൻസിലെ നൗൺ അല്ലെങ്കിൽ ചിലപ്പോൾ നൗൺ ആയിരിക്കും, ചിലപ്പോൾ പ്രോനൗൺ ആയിരിക്കും. ഈ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിന് മറ്റ് സെന്റൻസിന്റെ മറ്റ് ഭാഗങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, വെൻ ഐ സേ ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ, അപ്പോൾ ഈ ബുക്ക് ടേബിളിന്റെ എവിടെയാണ് എന്ന് കാണിക്കുന്നതാണ് ഈ ഓൺ. അപ്പോൾ ഈ ഓൺ മാറ്റി അണ്ടർ ആക്കിയാൽ അതിന്റെ പൊസിഷൻ മാറി. അതുകൊണ്ടാണ് ഇതിനെ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ പ്ലേസ്, പൊസിഷൻ ഓഫ് തിങ്സ്, പീപ്പിൾ എറ്റ്സെട്ര. പലതിൻ്റെയും പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് പ്രിപ്പൊസിഷൻ യൂസ് ചെയ്യുന്നത്. സോ ദിസ് എവറി വേർഡ് വെൻ വി യൂസ് ഇറ്റ് ഹാസ് സം മീനിങ്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിൽ. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വെച്ച് തന്നെ നമുക്ക് പലപ്പോഴും ഈ സെൻറ്റൻസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, there are two sentences. I'll write two sentences. Is there any difference in meaning between these two sentences? ചാറ്റ് ബോക്സിൽ ഞാൻ 2 സെന്റൻസസ് എഴുതിയിട്ടുണ്ട്. ഈ 2 സെന്റൻസസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ 2 സെന്റൻസസ് തമ്മിൽ? ഒരു വ്യത്യാസമില്ല. ഉണ്ട്, വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്താ നീരജ, എന്താ വ്യത്യാസം? അതില് 2 വാക്കിന്റെ വ്യത്യാസം, ഒരു വാക്കിന്റെ വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് സെന്റൻസിൽ അപ്പ് എന്നാണ്, രണ്ടാമത്തെ സെന്റൻസിൽ ഡൗൺ എന്നാണ്. അപ്പോ അതിന്റെ അർത്ഥം മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. Just by changing one word, the complete meaning of the sentence is changing, isn't it? So in the first sentence, the direction of the movement of the monkey is upward. The position is going upward. In the second sentence, the direction of movement of the monkey is downward. So it is changing. So that is the function of prepositions. The relation between the monkey and the tree is connected, or the climbing and the tree. Connection between the monkey and the climbing. മങ്കിയാണ് നൗൺ. ആ മങ്കിയുടെ ക്ലൈംബിങ്ങുമായിട്ടുള്ള ബന്ധം, ക്ലൈംബിങ് അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ വാക്കാണ്, ഈ പ്രിപ്പൊസിഷനാണ്, അപ്പ് ആൻഡ് ഡൗൺ. Therefore, it is very important that we use the correct preposition. Okay, so that is the example. So let us look at some other examples. The man swam under the bridge. So under connects the idea of swam and bridge. She walked down the aisle. Aisle എന്ന് പറഞ്ഞാൽ ഡെസ്കും ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡെസ്കിൻ്റെയും 2 റോ ഓഫ് ഡെസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് എയിൽ. AISLE. It is pronounced as aisle. So down connects walked and aisle. അപ്പോൾ ഈ down is the preposition. Julie walked around the campus and toward noun. So these are the prepositions. Around connects walk and campus, and towards connects walk and town. So this is the relationship between the noun and the other parts of the sentence. So there are many prepositions which are used in English. Here we have a table of prepositions. Just tell me if you find any unfamiliar word. ഇതിൽ ഏതെങ്കിലും പരിചയമില്ലാത്ത വാക്കുണ്ടെങ്കിൽ മാത്രം പറയാം.
Is there any unfamiliar word? Underneath എന്ന് പറഞ്ഞാൽ ബിലോ ആണ് അതിഥി. ബിലോ ബിലോ എന്നുള്ള അതേ മീനിങ് ആണ്. ബിലോയും ഒരു പ്രിപ്പോസിഷൻ ആണ്. വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? ബിനീത്ത്. ബിനീത്തും അതെ, ബിലോ എന്നുള്ള മീനിങ് ആണ്. ഡിസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ്, എങ്കിലും. അബ്രോഡ്, അപ്പുറത്തേക്ക്. എബ്രോഡ് അല്ല കേട്ടോ, അത് സ്പെല്ലിങ് തെറ്റിയതാണ്. എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശം എന്നുള്ള അർത്ഥമാണ്. അത് എബോർഡ് എന്നാണ്. സ്പെല്ലിങ് തെറ്റിയതാണ്, എബോർഡ് എന്നാണ്. അദീന, താങ്ക് യു ഫോർ പോയിന്റിങ് ഇറ്റ് ഔട്ട്. എബോർഡ് എന്നാണ്, ഓൺ ബോർഡ് ഓഫ് എന്നാണ്. ഹി വാസ് എബോർഡ് ദ ഷിപ്പ്, ഐ വാസ് എബോർഡ് ദ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഓൺ ബോർഡ്. ഹി വാസ് എബോർഡ് ദ കാർ, ദർ ഇസ് എ ബേബി എബോർഡ് ദ കാർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നുള്ള അർത്ഥത്തിലാണ് എബോർഡ്. ഓൺ ബോർഡ് എന്നാണ് അർത്ഥം, ഇൻസൈഡ്. ഓൺ ടു എന്ന് പറഞ്ഞാൽ ഈ ഓണും ടൂവും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രിപ്പോസിഷനാണ് ഓൺ ടു. ഐ ക്ലൈംഡ് ഓൺ ടു ദ ലാഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വലിയ കയറി എന്നാണ്. ഐ ക്ലൈംഡ് ഓൺ ടു. ഓണും ടൂവും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രിപ്പോസിഷനാണ് ഓൺ ടു. കഴിഞ്ഞോ? Anything else? Okay. So we will do one thing. We will play a game. Ready? Everybody ready to play a game? Okay. ഞാൻ തന്നിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ജോയിൻ മൈ ക്വിസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് this code, so you can join. രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ കോഡ് ചോദിക്കണോ? 829015 829015 829015.
13 പേര് ജോയിൻ ചെയ്തോ? എന്താ പറ്റണല്ലേ? എന്താ പറ്റി? എന്താ അത്? സാർ കുടിഞ്ഞിട്ട് ഒന്ന് പറയാനാ എഴുതാൻ പറ്റുന്നില്ല. 829015 829015. അതന്നെ അടിച്ചായിരുന്നു എനിക്ക്. ഒന്നുകൂടി കയറി നോക്കട്ടെ. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും 829015. 23 പേര് കയറിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ് ചെയ്തോ, അപ്പോൾ കുറച്ചുകൂടി നെറ്റ് സ്പീഡ് ഉണ്ടാവും. ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, അപ്പോൾ നെറ്റ് സ്പീഡ് കിട്ടും. വീഡിയോയും മൈക്കൊക്കെ ഓഫ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി സ്പീഡ് കിട്ടും. സാർ ഒന്നും കൂടി നമ്പർ പറയൂ. 8290 829015 829015 829015 829015. ജോയിൻ ചെയ്തവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മറ്റേ ഞാനതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പേര് അതിൽ കാണാം. (829015). അതിഥി വന്നല്ലോ, അതിഥിക്ക് കിട്ടി. ഓക്കെ, സ്റ്റേസിക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. എല്ലാവരും കയറിയിട്ടില്ല. എല്ലാവരും കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ടാണ്. വെയിറ്റ് ചെയ്താൽ മതി. ഞാനേ ആദ്യമായിട്ടായതുകൊണ്ട് ആരും സ്ലോ ആണെന്ന് തോന്നുന്നു ജോയിൻ ചെയ്യാനായിട്ട്. സ്റ്റേസി കയറിയല്ലോ അല്ലേ? ഓക്കെ. ഇനി കയറാത്തവർ കുറെ പേരുണ്ടല്ലോ. എന്ത് പറ്റി? 48-ല് 33 വന്നിട്ടുള്ളൂ. ബാക്കി 15 പേര് അവിടെ പോയി. പേരെല്ലാവരുടെയും വരും കണ്ടോ? എനിക്ക് ഞാൻ കണ്ടുപിടിക്കാറാ കയറാത്ത. 33. ബാക്കി 15 people have to join. ബാക്കിയുള്ളവരെ ഓൺ ചെയ്ത് വെച്ച് പോയിരിക്കുകയാണ്. joinmyquiz.com എടുക്കുക. 829015 അടിക്കുക. 829015. വന്നല്ലോ. നക്ഷത്ര, സേതുലക്ഷ്മി. joinmyquiz.com 829015 കോഡ്. സമയമില്ല, ഞാൻ 1 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജൽമി പറയൂ. ഞാൻ ജൽമി. നെറ്റ് കണക്ഷൻ പൂറാന്ന് പറഞ്ഞ് കാണിക്കണേ. പക്ഷെ ഇതിനധികം നെറ്റ് വേണ്ടി വരില്ല ജൽമി. അത് ക്ലിക്ക് ചെയ്ത ആ ലിങ്ക് അടിച്ചോട്ടെ. വരണില്ല? പോട്ടെ, സാരില്ല. സജിത അല്ല, ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി എടുത്തു നോക്കിയേ. ക്ലോസ് ചെയ്തിട്ടേ ഫ്രഷ് ആയിട്ട് കയറി നോക്ക്. joinmyquiz.com എന്നിട്ട് അടിച്ചിട്ട് 829015. സജിതയും വിസ്മയും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തു. ക്ലോസ് ചെയ്തിട്ടേ വീണ്ടും ഒന്ന് ട്രൈ ചെയ്തു. പറ്റേണ്ടതാണ്. 50 പേര് വരെ ഈസി ആയിട്ട് പറ്റേണ്ടതാണ്. നീരജ വന്നു, ആശ വന്നു. joinmyquiz.com 829015.
We have 38. ഒന്ന് രണ്ടുപേരും കൂടി കയറാൻ പറ്റുമോ നോക്കിയേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 100 പേര് വരെ ഈസി ആയിട്ട് വരേണ്ടതാണ് അതിൽ. എനിക്ക് കയറാൻ പറ്റണില്ല. സാരമില്ല സാരമില്ല, ഓക്കെ, ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി ഇതിൽ കേട്ടോ. ചിലപ്പോൾ നെറ്റ് രണ്ടും കൂടി അതിൽ മീറ്റിങ്ങും ഇതും കൂടി ആയതുകൊണ്ടേ ചിലപ്പോൾ അത് നെറ്റ് താങ്ങുന്നുണ്ടാവില്ല. സാരില്ല, യു ജസ്റ്റ് വാച്ച്. ഞാനതിൽ സ്ക്രീനിൽ കാണാം, അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്താൽ മതി. കയറാൻ പറ്റാത്തൊരു ഡോണ്ട് വറി. Okay, so with these people we will begin. We have 39 people now. Parvati has also joined, so we will start. Sarula Jeremy, just watch these people answering the questions, and maybe next time we will join. So we are going to begin. So these are some questions based on prepositions. സാർ എന്റെ കട്ടായി പോയല്ലോ. ഗൗരിയാണോ? എന്റെ ലെഫ്റ്റ് കാണിക്കണു. എന്റെ ഹാങ് ആയി നിക്കായിരുന്നു. എന്തോ ടച്ച് ചെയ്തപ്പോഴേക്കും അത് അങ്ങോട്ട് പോയി. വീണ്ടും കയറാൻ പറ്റുമോ നോക്കി? വീണ്ടും കയറാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും കയറാം. അത് ആൻസർ സെലക്ട് ചെയ്തിട്ട് പോണുണ്ടായിരുന്നില്ല സാർ. ഓ സാരില്ല, സ്ലോ ആണ്. അത് വൺസ് ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇടയിൽ കയറാൻ പറ്റില്ല കേട്ടോ. അതാണ് അതിന്റെ വേറൊരു പ്രശ്നം. സാരമില്ല, ജസ്റ്റ് വാച്ച്. There are 14 questions. So let us see how many people have answered. Okay. So you can see that according to the correct answers, your position keeps changing. ലീഡർ ബോർഡാണത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ള ആളാണ് ഏറ്റവും ടോപ്പിൽ വരിക. ഈ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് is according to the correct answers and also according to the time you take to give those answers. So it is not just enough that you provide the correct answers, you should also provide it in the minimum time. So these are the two criteria that they decide to find out who is the topper. So when these questions change, the position of the people also changes. Yes, Aditi, പറയൂ. സാർ ചെയ്തോണ്ടിരിക്കില്ലേ റീഫ്രഷ് എന്ന് പറഞ്ഞ സംഭവം. അത് വെക്കുമ്പോ ലീവ് ദിസ് പേജ് പറഞ്ഞു.
സ്റ്റേ ഓൺ ദിസ് പേജ് വരുമ്പോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് റീഫ്രഷ് വരാണ്. കട്ടായോ കട്ടായ ഓപ്ഷനാ പറഞ്ഞ, ബാക്കി സ്റ്റേ ചെയ്യാനുള്ള നിൽക്കുമ്പോ വീണ്ടും റീഫ്രഷ് എന്ന് പറഞ്ഞു. ഓ, അതെന്തെങ്കിലും നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഓക്കെ, മഹേശ്വരി കട്ടായി. ഓക്കെ, സുഖാന, സാരമില്ല. ജസ്റ്റ് വാച്ച് ദീസ്. വി വിൽ ഡിസ്കസ് ദി ആൻസേഴ്സ് ആഫ്റ്റർ ദി ഗെയിം. ദിസ് ഇസ് ജസ്റ്റ് എ ഗെയിം. അപ്പോൾ അതിൽ കയറാൻ പറ്റില്ല വെച്ചൊന്നും സാരമില്ല. വി വിൽ ഡു ഇറ്റ് നെക്സ്റ്റ് ടൈം. വി വിൽ ഹാവ് സച്ച് ഗെയിംസ് എവറി ടൈം. എല്ലാ ക്ലാസ്സിലും ചെറിയൊരു ഗെയിമൊക്കെ വെക്കാം. സോ വി വിൽ after this questions end, we will discuss these questions. Sir. Hello, sir. പറഞ്ഞു മീത. Hello. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ you are facing network issues. Please refresh to continue. റിഫ്രഷ് ചെയ്താൽ പോവും അത്. റിഫ്രഷ് ചെയ്താൽ പിന്നെ ഗെയിം ഔട്ട് ആവും. ചെയ്തു നോക്ക്. സാർ റീഫ്രഷ് ചെയ്താ പോവില്ല. ഞാൻ റീഫ്രഷ് ചെയ്ത് കൊടുത്തപ്പോ എന്റെ ശരിയായി. ആണോ? ലീവ് ചെയ്താൽ മതി. അതെയാ? ഓക്കെ. എന്റെ ശരി. ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് ഐ എം നോട്ട് വെരി ഷുവർ ഓഫ് ഹൗ ദിസ് വർക്ക്സ്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, കൃഷ്ണപ്രിയ, വെരി ഗുഡ്, ഫിനിഷ്. പക്ഷെ എനിക്ക് എന്തോ വന്നിട്ടുണ്ട്. എന്താ വന്നേക്കണേ? Readmit a question you got wrong റീഅറ്റംപ്റ്റ് twice. ചെയ്യാൻ, തെറ്റിയത് റീഅറ്റംപ്റ്റ് ചെയ്യാനാണ്. റീഅറ്റംപ്റ്റ് ചെയ്തു. എന്നിട്ട് 3 ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം. അത് ഇതാണ്, മറ്റേ ചോയ്സ് ആണ്. നമ്മൾ ലോട്ട് എടുക്കില്ലേ, ലോട്ട് എടുക്കണ പോലെയുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ലോട്ട് സെലക്ട് ചെയ്താൽ ആ ഒരു ക്വസ്റ്റ്യൻ വരും. അതാണ് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ലോട്ട് എടുക്കണ പോലെയാണ്. സരിഷ്മ, ഓക്കെ. സാറേ എൻഡിങ് കഴിഞ്ഞു. ശരി. ഓക്കെ, വി ഹാവ് 41 പ്ലേയേഴ്സ്. അപ്പൊ അത് 20 പേരുടെ കഴിഞ്ഞു. ഇവിടെ കാണാം മുകളില് എത്ര പേര് ചെയ്തു എന്നുള്ളത് നമുക്ക് ആൻസർ. 21 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു. അതിൽ 41 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിലിപ്പോൾ ടോപ്പ് ചെയ്ത് നിൽക്കുന്നത് ശ്രീലക്ഷ്മി TB ആണ്, 11,000 points. Congrats, Srilakshmi TB. Second is Stacy with 10,640 points. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും it is not just depending on the correct answers that you provide, it is also dependent on the time you took to provide these answers. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പോയിന്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതല്ല. ദിസ് ഇസ് ഓൾ ഡൺ ഓട്ടോമാറ്റിക്കലി ബൈ ദ സിസ്റ്റം. And about the answers generally of the class, we have a position here. You have 58% accuracy. അപ്പോൾ പ്രിപ്പോസിഷൻസിന്റെ ഈ ഒരു എക്സസൈസിൽ എത്ര കറക്റ്റ് ആയിട്ട് ആൻസർ, ഒരു 60ക്ക് മേലൊക്കെ വേണമെന്നാണ്. യു ഹാവ് ഓൺ ദ ക്ലാസ് ഓവറോൾ യു ഹാവ് 59% accuracy. പറയൂ ബാമ. കഴിഞ്ഞു സർ. ഓക്കെ, so we have 28 people who have completed it. So others can take your own time. So you can see the positions that you have got in these things. ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് നിങ്ങൾക്കും അതിൽ വരേണ്ടതാണ്. ശരിക്കും നിങ്ങൾക്കും വരുന്നില്ലേ അതിൽ? Okay, let us now look at the questions. We have just 10 minutes more, so we'll just go to the questions. Here we have the questions. Find the preposition. Grace held the leash around her wrist. Which is the preposition? Around on a preposition. Okay, that is the correct answer. Jessica left before lunchtime. Before lunchtime. Before on a preposition. Riley walked across the street.
Across. Across ആണ് preposition. That is the word which connects the noun, the street, to the other part of the sentence. Streetനെ ബാക്കിയുള്ള സെന്റൻസിന്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്നത്. Across the street. Across ആണ് connecting word. So across is the preposition. Find the preposition. Daisy enjoys working in the kitchen. In the kitchen. ഈ preposition എന്ന വാക്കിന്റെ അർത്ഥം യെസ് ഇന്നാണ്. ഈ പ്രിപ്പൊസിഷൻ ഞാൻ പറഞ്ഞില്ലേ, പൊസിഷൻ, പ്രീ പൊസിഷൻ എന്നൊരു വേറൊരു മീനിങ്ങും കൂടി അതിനുണ്ട്. അതായത് ഇത് ഇസ് പൊസിഷൻഡ് ബിഫോർ ദ നൗൺ. ഈ നൗണിന് മുമ്പായിട്ട് പ്രീ ആയിട്ട് വരും. അതായത് കിച്ചൺ എന്ന് പറയുന്ന നൗണിന് മുമ്പായിട്ട് വരും എന്നുള്ളതാണ് ഇൻ. അതുകൊണ്ടാണ് അതിനെ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. ഐ വാണ്ട് എ പെൻ ടു റൈറ്റ് വിത്ത് എന്നുള്ളതിൽ വിത്ത് എൻഡിലാണ്, നൗൺ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. പക്ഷെ നോർമലി പ്രിപ്പൊസിഷൻസ് ആർ പൊസിഷൻഡ് ബിഫോർ ദ നൗൺ. ഇൻ ദ കിച്ചൺ, അപ്പ് ദ ട്രീ, മങ്കി ക്ലൈംഡ് ഡൗൺ ദ ട്രീ. ആ ട്രീ എന്ന് പറയുന്ന നൗണിന് മുമ്പായിട്ട് വരും. അപ്പും ഡൗണും ഒക്കെ ട്രീ എന്ന് പറയുന്ന നൗണിന് മുമ്പായിട്ടാണ്. അതുകൊണ്ടാണ് പ്രീ പൊസിഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ഓൾവേസ് ലൈക്ക് ദാറ്റ്. മോസ്റ്റ്ലി അങ്ങനെയാണ്. പല അഡ്വേർബ്സിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അഡ്വേർബ്സ് പലതും LYയിലുണ്ട്, പക്ഷെ LY അല്ലാത്ത അഡ്വേർബ്സ് ഒരുപാടുണ്ട്. But generally prepositions are appear before the noun. So therefore they are called prepositions. Working in the kitchen. In is the preposition. Why in the preposition? The dog sat by the farm fireplace. Find the preposition. Is in the preposition kandodi. By. By ആണ്. Sat verb ആണ്. By ആണ് correct. The warm fireplace ആണ് noun, സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ്. ആ noun ആ ഫയർപ്ലേസിന്റെ എവിടെ എന്നുള്ളതാണ് by. So it shows the position of the dog in relation to the fireplace. We rode our bikes along the road. Along is the preposition. That is correct. We hiked up the mountain Sunday morning. Up. Yes, Varsha, up. Find the preposition. Singing is fun during the holidays. During. Yes, Aisha. Yes, it is during. Did you watch the show about endangered dolphins? About. That's right, about. Find the preposition. Bald eagles live in the United States. In. What is the prepositional phrase in the sentence? We rode our bikes along the road. Along the road. Yes, along the road. Preposition and the words that go along with the preposition is called a, yes, Sarishma, Shruti, Vama, yes, along the road. Preposition and the words that go along with the preposition, that is called a prepositional phrase. Prepositionum adinte koodeyulla vaakukal adine ചേർത്ത് പറയുന്നതാണ് prepositional phrase. What is the prepositional phrase in the sentence? The dog sat by the warm fireplace. By the warm fireplace. Yes, by the warm fireplace മുഴുവനും. കാരണം ബൈ എന്ന് പറയുന്ന പ്രിപ്പറേഷൻ, യെസ് പറഞ്ഞ ബൈ എന്ന് പറയുന്ന ശ്രുതി, ബൈ ദ വാം ഫയർ പ്ലേസ്. യെസ്, ബൈ എന്ന് പറയുന്ന പ്രിപ്പസിഷൻ എന്തായാലും ഒരു വരണം. കാരണം പ്രിപ്പസിഷൻ ഉൾപ്പെടെ പിന്നെ അതിൻ്റെ കൂടെ വരുന്ന വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ അത് ബൈ ദ തേർഡ് വൺ ആണ് ആൻസർ, ബൈ ദ വാം ഫയർ പ്ലേസ്. Second last one. What is the prepositional phrase in the sentence? The telephone book is under the table in the living room. Under the table. Under the table. Okay. What is the prepositional phrase in the sentence? The doctor's office is around the corner. Answer പറഞ്ഞില്ല. Under the table. അത് കഴിഞ്ഞു. Next question. What is
What is the prepositional phrase in the sentence? The doctor's office. This is question, 14th question. Around the corner. Exactly, around the corner. Varsha, Aditi, yes. Sri Lakshmi, yes. Around the corner. അപ്പോൾ അതാണ് ഇങ്ങനെയാണ് പ്രിപ്പോസിഷൻസ്. ഇപ്പോഴും 5-6 പേര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ ആൻസേഴ്സ്. ഓക്കെ, അവർ ലെഫ്റ്റ് ആയതായിരിക്കും. ഓക്കെ, ഐ എം ഗോയിങ് ടു എൻഡ് ദ ഗെയിം. സോ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണാം അല്ല. സോ ഫസ്റ്റ് ശ്രീലക്ഷ്മി TB. So second is Stacy and third is Hridya. Congratulations. So it is interesting. So ഒരു ഗെയിം നമ്മളൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും. അപ്പോൾ അതിൽ seriously there are many things in this. It is not just the accuracy of your answers, it's also the time that you take is considered. നമ്മൾ കുറേ നേരം ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ്സ് നമുക്ക് നമ്മൾ ആൻസർ ചെയ്തത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ശരിയായുള്ള ആക്യുറസി നോക്കിയാൽ if you look at the accuracy, രണ്ടുപേർക്കും 92% accuracy ഉണ്ട്. രണ്ടുപേർക്കും ഈക്വൽ മാർക്സ് ആണ്. പക്ഷേ according to the time taken, Srilakshmi has done it faster. So that is why she has been on top. രണ്ടുപേരുടെയും accuracy സെയിം ആണ്. കണ്ട 92% ആണ് ഇവിടെ കാണാം. രണ്ടുപേരുടെ accuracy 92% ആണ്. ഹൃദ്യയുടെയും ശ്രീലക്ഷ്മി ഷാജുവിൻ്റെയും പെർസെൻറ്റേജ് 78% ആണ്. എന്നിട്ടും പക്ഷേ അവർ 3rd and 4th place. Look at Varsha, she has got 85% accuracy, but she is in the 5th place because you might have taken more time than these others, than Hridya and Srilakshmi. So it is not just your accuracy that is counted, it is also the time that you take to complete the questions. We will play such games in the next class also. It is interesting, isn't it? Do you like it? Yes, okay. So if you have any questions, you can ask me. Any quick questions, I'm ready to respond. Or we'll continue in the next class with the next topics. That is interesting. Thank you. Nice. I'm happy that you find it interesting. We will do such exercises also. I had been attending a training program last week. So this is one of the results of attending such training programs. So we learned many new techniques on how to engage students. Otherwise, online classes are very boring, isn't it? Somebody keeps on talking. And after listening for some time, you also get bored. I was listening to such classes entire day. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 മണി 5 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് ആയിരുന്നു. Some of them are very interesting, some of them are quite boring also, but many sessions were very nice. We learned how we can use such online tools. So I think every class, whether online or offline, they have their advantages and disadvantages. So we cannot say that online classes are all that bad. Online classes have many advantages which traditional classrooms don't have. So online ക്ലാസ്സിൽ നമുക്കൊരു ഗെയിം ചെയ്യാൻ പറ്റി. നമുക്ക് റെഗുലർ ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗെയിം ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ ഒരു എല്ലാവരും ഒരു ഡിവൈസ് വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്യണത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ എ ട്രഡീഷണൽ ആക്ച്വൽ ക്ലാസ് റൂം. So this is one advantage of online classroom. Also I can pull on all the resources that is available in the internet, and we can make so it is not actually dependent too much on the teacher. It is actually participatory. It is a kind of collaboration. It is a kind of collaboratively learning exercise. That is, we all contribute, everybody participates. So there is a lot of difference in the kind of class that we participated in today and the class which happened in the last week, isn't it? So there is such a lot of difference. So I think every class, every kind of class. So let us. This is going to stay for some more time. Online classes will not end very fast, as many expect. ഇപ്പം ഉടനെ മറ്റേ റെഗുലർ ക്ലാസ് തുടങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. സോ വി മേ ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദി ഓൺലൈൻ ക്ലാസ്സസ് ഫോർ സം മോർ ടൈം, നോട്ട് സം മോർ ടൈം, വെരി ലോങ് ടൈം ഇൻ ഫാക്ട്. Even if regular classes happen, online classes are here to stay. They will continue.
So we have to get used to it, and we also will practice many such things in the class. So I will request you to go through such exercises in the internet, and if you find some interesting things, please let me know also. I will also use all these things so that we will make the classes lively and interesting. So please don't hesitate to post questions or ask questions. You can post them in the stream of the Google Classroom. We have a classroom. You also all have joined in it. Google Classroom, in the stream, you can post your questions, your comments, etc. We will take up all those ideas and make our classes interesting. So thank you for joining. Have a nice day. So meet you again in the next class. Goodbye. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you.